അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് അമാനുദ്ദീൻ വെള്ളിമാടുകുന്ന്. ഇവിടെ സത്യത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ വേഷവിധാനങ്ങൾ, അതായത് അവർ ധരിക്കുന്ന വേഷങ്ങൾ തീർച്ചയായിട്ടും പുരുഷന്മാരെ വികാരം കൊള്ളിക്കുന്ന രീതിയിലുള്ളതാണ്. ഇന്നത്തെ പത്രത്തിൽ AM കാരശ്ശേരി മാതൃഭൂമി പത്രത്തിൽ എഡിറ്റോറിയലിൻ്റെ അടുത്തായിട്ടുള്ളതിൽ സ്ത്രീ പീഡനവും വേഷവും എന്ന പക്തിയിൽ അദ്ദേഹം എഴുതിയതായി കണ്ടു. പർദ്ദ അല്ല പ്രശ്നം, അതേസമയത്ത് പർദ്ദ ധരിക്കലോ സ്ത്രീകളുടെ മറ്റുള്ള വിധാനങ്ങളോ അല്ല പ്രശ്നം. പുരുഷന്മാർ അവരുടെ, അതായത് പുരുഷന്മാരെ നിയന്ത്രിക്കണം. അതായത് അദ്ദേഹം പറയുന്നത് കടിക്കുന്ന നായിനെ കെട്ടിയിടലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ അദ്ദേഹം പറയുന്നത് പർദ്ദ ധരിക്കലോ മറ്റുള്ളതല്ല കാര്യം, പുരുഷനെ കെട്ടിയിടണം, അയാൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അതിൽ കാര്യമായിട്ടുള്ള എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം ഇതിനെക്കുറിച്ചിട്ട് ഈ വേഷ സംവിധാനത്തെ പറ്റി എന്താ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. പർദ്ദ ധരിക്കുന്നതിലല്ല കാര്യം, മറിച്ച് ആണിൻ്റെ തെറ്റായ സമീപനത്തിന്, അയാളുടെ ലൈംഗികമായ അതിക്രമണത്തിന് കടിഞ്ഞാണിടുകയാണ് വേണ്ടത് എന്ന രൂപത്തിൽ എഴുതപ്പെട്ട മാതൃഭൂമി ലേഖനം, അതിനുള്ള പ്രതികരണമാണ് ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്ത് അമാനുള്ള സാഹിബ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഇസ്ലാമിന് ഒരു നന്മയുണ്ട് എന്ന്, ഇസ്ലാമിൽ എവിടെയെങ്കിലും ഒരു നന്മയുണ്ട് എന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ എന്തെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ അപ്പോഴേ ഉയർത്തെഴുന്നേൽക്കുന്ന ചില ആളുകളുടെ മതേതര ബോധപാഠം നമ്മളിവിടെയെല്ലാം കാണുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? അത് എഴുതിയ എഴുത്തുകാരൻ അദ്ദേഹത്തെ പോലും മറന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് എന്ന കാര്യം ഏതൊരാണിനും അറിയാവുന്നതാണ്. ജീവശാസ്ത്രപരമായി തന്നെ എന്താണ് വസ്തുത? ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാന പാഠങ്ങളെങ്കിലും പഠിക്കാൻ ചിലപ്പോൾ മലയാളം വാദ്യാന്മാർക്ക് അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അത്തരം ആളുകൾ വസ്തുതകളൊന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? എന്താണ് ജീവശാസ്ത്രപരമായി പെണ്ണിന്റെ സൗന്ദര്യം പുരുഷ മനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ജീവശാസ്ത്രമൊന്നും വേണ്ട, ഏതൊരാണിനോടും ചോദിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ജീവശാസ്ത്രപരമായി പെൺസൗന്ദര്യം ദർശിക്കുന്ന പുരുഷൻ, അവന്റെ തലച്ചോറിലെ ഹൈപ്പോതലാമസ്, ആ ഹൈപ്പോതലാമസിന്റെ നിർദ്ദേശപ്രകാരം പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ ദൗത്യം ലിബിഡോ ഉണ്ടാക്കല, ലൈംഗികമായ അഭിനിവേശം ഉണ്ടാക്കലാണ്. ലൈംഗികമായ അഭിനിവേശം ഉണ്ടാക്കുക എന്നതാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ ദൗത്യം. എന്നാൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ലൈംഗികമായ അഭിനിവേശം ഉണ്ടായാൽ ജീവശാസ്ത്രപരമായി അതിൻ്റെ ആ അഭിനിവേശം ഉണ്ടാകുന്നതിനൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? ശാരീരിക ബന്ധം നടക്കണമെന്നുള്ളതാണ് ജീവശാസ്ത്രപരമായുള്ള ലക്ഷ്യം. ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ശാരീരിക ബന്ധം നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. അടിഞ്ഞുകൂടുന്ന ടെസ്റ്റോസ്റ്ററോണ് ലിബിഡോ ഉൽപ്പാദിപ്പിക്കലല്ലാത്ത മറ്റൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം ഏതെങ്കിലും എൻഡോക്രൈനോളജി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ബുദ്ധിജീവികൾക്ക് കാണാൻ കഴിയുന്നതാണ്. ക്രിമിനലൈസേഷൻ ആണ്.
ടെസ്റ്റോസ്റ്ററോണിന്റെ ഒന്നാമത്തെ ധർമ്മം ലിബിഡോ ആണെങ്കിൽ രണ്ടാമത്തത് ക്രിമിനലൈസേഷൻ ആണ്. ആളെ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കലാണ്. എന്തുകൊണ്ട് കൂടുതൽ പുരുഷന്മാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന പുതിയ ഉത്തരങ്ങളിൽ ഒന്നിതാണ്. അഥവാ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സമൂഹം മുഴുവനും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. പുറത്തിറങ്ങിയാൽ പോസ്റ്റർ, TV തുറന്നാൽ ആട്ടം, കമ്പ്യൂട്ടർ തുറന്നാൽ പിന്നെ തുറന്നയാട്ടം, പറയേണ്ട ആവശ്യമില്ലല്ലോ. റോട്ടിലിറങ്ങിയാൽ, ഓഫീസിൽ ചെന്നാൽ എല്ലായിടത്തും അർദ്ധനഗ്നകളെയാണ് കാണേണ്ടി വരുന്നത്. അവരുമായാണ് ഇടപഴകേണ്ടി വരുന്നത്. ആ ഇടപഴകലുകൾ സ്വാഭാവികമായും പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതവൻ ബോധപൂർവമായി ചെയ്യുന്നതല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെണ്ണിന്റെ ശരീരം കാണുമ്പോൾ ഉണ്ടാകുന്ന പുരുഷ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ബോധപൂർവമാണ് എന്നല്ലല്ലോ വസ്തുത. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പ്രത്യേകം നിഷ്കർഷിച്ചത് നോക്കരുത് എന്ന്, ഒറ്റ നോട്ടമേ നോക്കാവൂ എന്ന്, തുറിച്ചു നോക്കാൻ പാടില്ല എന്ന്, ലൈംഗിക വികാരം വന്നാൽ കണ്ണ് താഴ്ത്തൽ നിർബന്ധമാണ് എന്ന്. ഇതെല്ലാം കൽപ്പിക്കുവാനുള്ള കാരണം ഇതാണ്. ഒരിക്കലും അവന്റെ കൺട്രോളിൽ പോലുമല്ല ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ പർദയെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതല്ലെങ്കിൽ ഹിജാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു എന്താ? അതാണ് നിങ്ങൾക്ക് നല്ലത്, അവർക്ക് നല്ലത്. എന്തിന്? തിരിച്ചറിയപ്പെടാൻ, ആക്രമിക്കപ്പെടാതിരിക്കാൻ. അവരുടെ വസ്ത്രം തന്നെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയപ്പെടുകയാണ് ഒന്നാമതായി. എന്താണ് തിരിച്ചറിയൽ? പുരുഷനോട് ഈ വസ്ത്രം ധരിക്കുന്ന പെണ്ണ് ആ പെണ്ണിന്റെ വസ്ത്രം വഴി തന്നെ പറയുകയാണ്, നിങ്ങളുടെ കാമക്കണ്ണുകൾക്ക് വേണ്ടിയുള്ളതല്ല ഈ ശരീരം, ഇതിന് അർഹതപ്പെട്ട ആളുടെ മുന്നിൽ മാത്രം സമർപ്പിക്കുവാനുള്ളതാണ് എന്ന് സ്വയം വസ്ത്രം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഫലാ യുഖദൈന, ആക്രമിക്കപ്പെടാതിരിക്കാൻ. ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ സ്ഥിരീകരിക്കുന്ന, സത്യപ്പെടുത്തുന്ന പുതിയ പഠനങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇനി അതിനർത്ഥം പുരുഷന് കയറയച്ചു വിടണം എന്നാണോ? അല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, അങ്ങനെ എല്ലാമാണെങ്കിലും പുരുഷൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പേപ്പട്ടിയെ കെട്ടിയിടണം, തീർച്ചയായും കെട്ടിയിടണം. ആ കെട്ടിയിട്ട പേപ്പട്ടിയുടെ മുന്നിൽ തന്നെ പോയി നിന്ന് പിന്നെ ഡാൻസ് കളിക്കേണ്ട കാര്യമില്ലല്ലോ. ആ കടിച്ചാൽ അതിന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ സമ്പത്ത്, കള്ളന്മാരുണ്ട്, അതുകൊണ്ട് ഒരു പോലീസ് പറയാന്ന് വിചാരിക്കുക, നാട്ടിൽ നിരന്ന് കള്ളന്മാരുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോക്കറെല്ലാം ശരിക്ക് പൂട്ടണം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് എന്തൊരു പുരുഷാധിപത്യമാണ് പോലീസിൻ്റെത്. പോലീസിന്റെ പുരുഷാധിപത്യമല്ലേ? കള്ളന്മാരെല്ലാം പുരുഷന്മാരാണ്, അതുകൊണ്ട് സ്ത്രീകൾ ലോക്കർ പൂട്ടണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ലോക്കർ പൂട്ടണോട്ടോ എന്നുള്ളതല്ല പോലീസ് നോക്കേണ്ടത്. ലോക്കർ ചിലപ്പോൾ തുറന്നു വെക്കും. പോലീസിന്റെ പണിയെടുത്തിട്ട് കള്ളന്മാരെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പൈസ ആയിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ് വിഷയം. പോലീസിന്റെ പണി പോലീസ് എടുക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട സംഭവം നമ്മൾ ചെയ്യുക തന്നെ വേണം. അതാണ് സ്ത്രീയോട് ഇസ്ലാം പഠിപ്പിച്ചത്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം കൃത്യമായ ശക്തമായ നടപടികൾ ഉണ്ടാകും. ആണിനെ പിടിച്ചു വെക്കണം എന്നാണ്. ആണിനെ പിടിച്ചു വെക്കണം എന്ന് പറയുന്നവർ എന്താണ് ആണത്വമെന്നും ആണിന്റെ ലൈംഗികത എന്താണ് എന്നും പെണ്ണിന്റെ ധർമ്മം എന്താണ് എന്നുമെല്ലാം ഏറ്റവും മിനിമം ഒന്ന് വായിച്ച് പഠിക്കുകയെങ്കിലും ചെയ്യണം എന്ന് മാത്രമാണ് അവരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇസ്ലാം പഠിപ്പിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. മാന്യമായി വസ്ത്രം ധരിക്കണം. എന്താ? ആ വസ്ത്രം വഴി തിരിച്ചറിയപ്പെടണം, ആക്രമിക്കപ്പെട്ടുകൂടാ. ആ തിരിച്ചറിയപ്പെടുന്നതിന് കാരണമാകുന്നുണ്ടോ? വസ്തുതയതല്ലേ? ആരുടെയെങ്കിലും പറയേണ്ട, പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? അത് യാതൊരു കാര്യമില്ലല്ലോ. നമുക്കറിയാം, പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗികതകൾ വ്യത്യാസമുണ്ട്. സ്ത്രീയെ
സ്ത്രീയെ പലപ്പോഴും പുരുഷനെ പോലെ കരുതിക്കൊണ്ടാണ് പുരുഷൻ സമീപിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് പലപ്പോഴും പൊതുവേദികളിലും പൊതുസ്ഥലങ്ങളിലും ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ, വസ്ത്രലങ്കാരുന്ന സ്ത്രീകൾ സ്പർശരോഗികളുടെ അസുഖം സഹിക്കാത്തവരാരാണുള്ളത്? എന്താണ് സ്പർശരോഗത്തിന്റെ മനഃശാസ്ത്രം? സ്പർശരോഗത്തിന്റെ മനഃശാസ്ത്രം പുരുഷന് പെണ്ണ് സ്പർശിച്ചാൽ ഉണ്ടാകുന്നത് പോലെയുള്ള കാമവികാരം പെണ്ണിനെ പുരുഷൻ സ്പർശിച്ചാലും ഉണ്ടാകുമെന്നും, ഒരു അന്യപുരുഷൻ വല്ല സ്പർശിച്ചാൽ ആ വികാരം ഉണ്ടാവുകയും പെണ്ണ് തനിക്ക് വഴിപ്പെടുകയും ചെയ്യും എന്നുമുള്ള ധാരണ പിശക്. അവിടെ തന്നെ പോലെയാണ് പെണ്ണുമെന്നുള്ള കരുതൽ. ആ കരുതലിൽ നിന്ന് തുടങ്ങാണ്. ആ തുടങ്ങി പിന്നീട് പെണ്ണിന്റെ സ്വാഭാവികമായ പ്രകൃതി അനുസരിച്ച് ആ സ്പർശരോഗികളോട് പ്രതികരിക്കില്ല. അത് മറച്ചു വെക്കാനാണ് പെണ്ണ് പൊതുവെ ശ്രമിക്കുക. ആ ശ്രമം പുരുഷൻ പലപ്പോഴും തന്നോടുള്ള അനുകൂലമായി തെറ്റിദ്ധരിച്ചു തുടങ്ങുന്നു. അങ്ങനെ പോയി അവസാനം എവിടെയെങ്കിലും എല്ലാം എത്തുമ്പോൾ അത് ബലാത്സംഗത്തിലേക്കും ശാരീരിക ബന്ധത്തിലേക്കും എല്ലാം പോകുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒന്നാമത്തെ പടിയിൽ, കാഴ്ചയിൽ തന്നെ സ്വന്തം വസ്ത്രം വഴി ഞാൻ അതിനെ പറ്റിയാളല്ല എന്ന് കാണണമെന്ന് തന്നെ ഇസ്ലാം പഠിപ്പിച്ചത്. അതിലെന്താണ് പ്രശ്നം? അതേപോലെ തന്നെ ആക്രമിക്കപ്പെടരുത്, വളരെ ക്ലിയറാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ആ നിർദ്ദേശം പാലിക്കണമെന്ന് ഇന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ഇന്ത്യയിലെ തന്നെ മുസ്ലിം ബുദ്ധിജീവികളല്ലാത്ത, പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് മാന്യമായി വസ്ത്രം ധരിക്കുക, എങ്കിൽ തന്നെ ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ പോയി കിട്ടും എന്ന് പറയുമ്പോൾ മുസ്ലിം പേരുള്ള ചില ബുദ്ധിജീവികൾക്ക് ഇസ്ലാമിന് എന്തോ ഒരു അംഗീകാരം വന്നു പോകുന്നുണ്ടോ എന്ന് ഭയപ്പാട് കൊണ്ട് തങ്ങളുടെ മതേതര വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ചടുല നൃത്തങ്ങളിൽ നമ്മൾ സഹതപിക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും.